എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഏത് സ്ഥാപനം നടത്തുന്ന ആളുകളും അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ശരിക്കും എങ്ങനെയാണ് ഒരു ഹൈ പെർഫോമിംഗ് എംപ്ലോയിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക? അവരിൽ കോമൺ ആയിട്ടുള്ള ട്രെയ്റ്റ്സ്, അവരിൽ ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്ക് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടുള്ളൊരു 6 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെയൊക്കെ സ്ഥാപനത്തിലെ ഈ ഹൈ പെർഫോമിംഗ് എംപ്ലോയീസിനെ ഒന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്കെല്ലാം ചെയ്യാവുന്ന ചെറിയൊരു എക്സസൈസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വിൻഡോ പോലെ, ഈ ഒരു ഡയഗ്രാം പോലെ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പോലെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് തൊഴിലാളികളെ 4 രീതിയിൽ നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കും. ഇത് 2 പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, അവരെടുക്കുന്ന എഫേർട്ടും അവരിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട് അഥവാ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ ഭയങ്കര എഫേർട്ട് എടുക്കുകയും ഭയങ്കര റിസൾട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ഈ ഗ്രീൻ കളറിൽ കാണുന്ന സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ വിളിക്കുന്നത്. അതായത് നല്ല എഫേർട്ടും എടുക്കും, നല്ല ഗംഭീര റിസൾട്ടും കൊണ്ടുവരുന്ന ആൾക്കാർ, അവർ സൂപ്പർ സ്റ്റാർമാരാണ്. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അധികം എഫേർട്ടൊന്നും എടുക്കില്ല, അവരുടെ ടാലൻ്റാണ്, അവർ ചിലപ്പോൾ നല്ല റിസൾട്ട് കൊണ്ടുവരും. അവരെ നമ്മൾ എക്സ്പേർട്സ് എന്ന് വിളിക്കും. അവർ നല്ലത് തന്നെയാണ്, അവർ എഫേർട്ട് അധികം എടുക്കാതെ തന്നെ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് തരുന്നുണ്ട്. നേരെ മറിച്ച് ചില ആൾക്കാർ എഫേർട്ടും എടുക്കില്ല, റിസൾട്ടും ഇല്ല, അണ്ടർ പെർഫോമേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ഇനി നേരെ തിരിച്ച് ചില ആളുകളുണ്ട്, നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, അത്ര റിസൾട്ടിലേക്ക് വന്നിട്ടില്ല, പക്ഷേ അവരെ പൊട്ടൻഷ്യൽ ജെം എന്ന് വിളിക്കാം. അതായത് നാളെ അവർ റിസൾട്ട് കൊണ്ടുവരും, കാരണം കറക്റ്റായിട്ട് അതിനുള്ള വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് ഈ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് തിരിച്ചറിഞ്ഞ് മാനേജ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം പൊട്ടൻഷ്യൽ ജെംസ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് നാളെ ഹൈ പെർഫോമിംഗ് സൂപ്പർ സ്റ്റാർസായിട്ട് കൊണ്ടുവരാം. എക്സ്പേർട്സും നമുക്ക് ഓക്കെയാണ്. ഈ അണ്ടർ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഡിലേഡ് ആവും. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പല കാര്യവും എക്സിക്യൂട്ട് ആവില്ല. നമ്മൾ എന്തൊക്കെ പ്ലാൻസും പദ്ധതികളും ആവിഷ്കരിച്ചാൽ ഇത് എക്സിക്യൂഷൻ നടന്നാലേ കാര്യമുള്ളൂ. അവിടെ ഹൈ പെർഫോമിംഗ് എംപ്ലോയീസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഹൈ പെർഫോമിംഗ് ആയി മാറുമോ എന്നറിയാൻ അവരിൽ ഈ 6 ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ 6 സവിശേഷതകൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ കാര്യം, അവർ കോമ്പിറ്റൻ്റ് ആണോ എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ, അത് ചെയ്യാനുള്ള കോമ്പിറ്റൻസ് അവർക്കുണ്ടോ, അതിനുള്ള കഴിവ് അവർക്കുണ്ടോ, അതിനുള്ള പ്രാപ്തി ഉണ്ടോ, ഇത് അസസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഗുഡ് ഇൻറ്റൻഷനോട് കൂടിയാണോ അവർ ജോലി ചെയ്യണത്, അത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ലോങ് ടൈമിലൊക്കെ എനിക്ക് കരിയർ ഡെവലപ്പ് ചെയ്യണം, ഈ കമ്പനിയുടെ ഭാഗമായി നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരെല്ലാവരോടും ഒരു സഹവർത്തിത്വത്തോടു കൂടി വർക്ക് ചെയ്യും. പഠിക്കാനും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, എന്ത് ഉദ്ദേശത്തിലാണ് അവരിവിടെ നിൽക്കുന്നത്, അതൊന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. മൂന്നാമത്തെ കാര്യം, റിലയബിൾ ആണോ, വിശ്വസ്തനാണോ, നമുക്ക് ഡിപ്പെൻഡബിൾ ആണോ, ട്രസ്റ്റ് വർത്തി ആണോ, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എത്ര കഴിവുണ്ടായാലും ആ ഒരു വിശ്വാസ്യതയ്ക്കും കൂടെ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ വേണം ഇനിയുള്ള കാലഘട്ടത്തിൽ ആളുകളെ കൂടെ നിർത്താനായിട്ട്. നാലാമത്തെ കാര്യം, ഹമ്പിൾ. ഈ ഹമ്പിൾനെസ് കൂടും തോറും നമുക്ക് വലിയ ഗുണമായിരിക്കും അത്തരം ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ. കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായി അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്. പല ഓർഗനൈസേഷനിലും ചലഞ്ചസ് ഉണ്ടാവുന്ന കാര്യം, മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ള ഈഗോ ഇല്ലാതെ ഒരു ഹമ്പിൾനെസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ വളരെ നല്ലത്. ആൻഡ് ഹംഗറി എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനോടുള്ള ഹംഗറി ആയിരിക്കണം? വളരാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും റിസൾട്ട് കൊണ്ടുവരാനും കാര്യം നടത്താനും, ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്നുള്ള മൈൻഡ് സെറ്റിൽ കാര്യം നടത്തിയേ വരൂ. ഒരു കാര്യം ചെയ്യാനിറങ്ങിയാൽ അത് നടത്തി കൊണ്ടുവരും എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ആൻഡ് ഫൈനലി സ്മാർട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും പറയുവാണ്, എന്ത് കാര്യവും ചെയ്യുമ്പോൾ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരികയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യുന്ന സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആളുകൾ വേണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളും മാനേജേഴ്സും ഒക്കെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിലെല്ലാം തികഞ്ഞൊന്നും ആളുകളുണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ അവരെടുക്കുന്ന പരിശ്രമങ്ങൾ, എഫേർട്ടുകളെ റെക്കഗ്നൈസ് ചെയ്യുക. സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകളും ഇത് മാനേജ് ചെയ്യുന്ന ആളുകളും ഒക്കെ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ലഭിക്കണം എന്നാണ്. സത്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരം ആളുകളെ ഒരു പരിധിവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സവിശേഷതകളുള്ള ആളുകളെ കിട്ടുമ്പോൾ അതിലെല്ലാം തികഞ്ഞൊന്നും ആളുകൾ ഉണ്ടാവണം എന്നില്ല. ചില കാര്യങ്ങളെങ്കിലും കണക്ട് ചെയ്ത് കിട്ടുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് അവരുടെ എഫേർട്സിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുക.
ചില സമയങ്ങളിൽ അതൊന്ന് അംഗീകരിക്കുക, അനുമോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം അവരെടുക്കും. മാത്രമല്ല ഫീഡ്ബാക്കുകൾ റെഗുലറായിട്ട് കൊടുക്കുക. നമ്മൾ വിചാരിക്കും ഫീഡ്ബാക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് എന്താ കുഴപ്പം, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് എത്തട്ടെ, അതുവരെ ഒന്നും പറയണ്ടല്ലോ. ചില കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. നിശ്ചിത സമയത്തിൽ ഫീഡ്ബാക്ക്സ് കൊടുത്താണ് നമ്മൾ ചില ആളുകളെ ഹൈ പെർഫോമേഴ്സാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. അതിനുള്ള സംവിധാനങ്ങൾ കൊടുക്കുക, റിസോഴ്സസ് കൊടുക്കുക, എന്നാൽ മാത്രമാണ് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലോ ടീമിലോ ഒരു ഹൈ പെർഫോമർ ആണോ? അല്ലെങ്കിൽ നിങ്ങളൊരു മാനേജറാണെങ്കിൽ നോക്കുക നിങ്ങളുടെ ടീമിൽ എത്ര ഹൈ പെർഫോമേഴ്സ് ഉണ്ട്. മാനേജ്മെൻറ്റ് വക്താവ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം റൺ ചെയ്യുന്ന ആളാണെങ്കിൽ നോക്കുക നമ്മുടെ ടീമിൽ ഇതുപോലുള്ള ഹൈ പെർഫോമേഴ്സ് ഉണ്ടോ, അവരെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും അറ്റംപ്റ്റ് നടത്തുന്നുണ്ടോ, ആ രീതിയിലാണോ നമ്മുടെ ടീമിനെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സ് അവരെ അങ്ങനെയാണോ ഗൈഡ് ചെയ്യണത്. ഇങ്ങനെ ഹൈ പെർഫോമേഴ്സ് ഇല്ലാതെ നമ്മൾ എത്ര വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചാലും എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? അപ്പോൾ അത് ചെയ്യാൻ ഇതൊരു പ്രേരണയാവട്ടെ, ഇത്തരമൊരു ചിന്താഗതി എല്ലാവരിലും ഉണ്ടാവട്ടെ. മികച്ച ടീമിനെ വാർത്തെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.